നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഒട്ടും ആശ്വാസകരമല്ലാത്ത വാർത്ത തന്നെയാണ് നമ്മുടെ സമൂഹത്തിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷമായ വിമർശനം നേരിടുന്നുണ്ട്. എന്തായാലും വിധി തളർത്തിയ ആ കാലുകൾക്ക് ആ ദുരന്ത രാത്രിയിൽ രക്ഷപ്പെടാനുള്ള ഒരു വഴി പോലും നൽകിയില്ല എന്നൊരു വാർത്ത നമ്മെ തേടിയെത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസം വെള്ളക്കെട്ടിൽ മരണപ്പെട്ടു പോയ ആ വീട്ടമ്മയുടെ അതിദാരുണമായ വാർത്തയാണ് നമ്മുടെ നെഞ്ച് ഉലച്ചു പോകുന്നത്. ആ വീട്ടമ്മയ്ക്ക് കാല് പ്ലാസ്റ്റർ ഇട്ടിരുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെള്ളം വന്നപ്പോൾ രക്ഷപ്പെടാൻ മറ്റു മാർഗങ്ങളൊന്നും ഉണ്ടായിപ്പോയില്ല. അങ്ങനെ മണ്ണിനടിയിലാവുകയായിരുന്നു. പ്ലാസ്റ്റർ ഇട്ട കാലാണ് ആ അമ്മയാണ് മരണപ്പെട്ടത് എന്ന് വ്യക്തമാക്കിയത്. മക്കളുടെ എല്ലാവരുടെയും നിലവിളി ഇപ്പോൾ പുറത്തു വരികയാണ്. പൂഞ്ഞാറിലെ ഉരുൾപൊട്ടൽ കവർന്നെടുത്തത് അമ്മയുടെയും മകന്റെയും ജീവനാണ്. പയ്യാനിത്തോടം വണ്ടൻപ്ലാവിൽ റെജീന, മകൻ ജോസഫൈൻ എന്നിവരാണ് മരിച്ചത്. അപകടത്തിൽ കാലൊടിഞ്ഞ് കട്ടിലിൽ കിടപ്പിലായിരുന്ന ജോസഫൈനെ രക്ഷപ്പെടാൻ ഒരു അവസരം പോലും ലഭിച്ചില്ല. ഇന്നലെ പുലർച്ചെ 2:30 കൂടിയായിരുന്നു നാടിനടുക്കിയ ദുരന്തം ഉണ്ടായത്. വീടിന് 1/2 കിലോമീറ്റർ മുകളിൽ നിന്ന് പൊട്ടിയിറങ്ങിയ ഉരുൾ വീട് പൂർണ്ണമായും ഒഴുക്കിക്കൊണ്ട് പോവുകയായിരുന്നു. അപകടം നടക്കുമ്പോൾ റെജീനയും ജോസഫൈനും മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. ചികിത്സയിൽ കഴിയുന്ന സുഹൃത്തിന് കൂട്ടുകിടക്കാൻ പോയതായിരുന്നു ജോസഫൈന്റെ അച്ഛൻ MJ ജോണി. അനുജത്തിമാരായ ജോമിറ്റിനും സോമിറ്റും ജോമിറ്റിന്റെ എറണാകുളത്തെ ഭർതൃഗൃഹത്തിലായിരുന്നു. ബൈക്ക് അപകടത്തിലാണ് ജോസഫൈന്റെ കാല് ഒടിഞ്ഞിരുന്നത്. ചൂണ്ടച്ചേരി സെന്റ് ജോസഫ് എഞ്ചിനീയറിംഗ് കോളേജിലെ കാന്റീൻ ജീവനക്കാരനായിരുന്നു ജോസഫൈൻ. പയ്യാനിത്തോട്ടം ഹോളി സ്പിരിറ്റ് സ്കൂൾ ജീവനക്കാരിയായിരുന്നു റെജീന. 2 വർഷം മുൻപാണ് ഇവർ പുതിയ വീട് നിർമ്മിച്ചത്. പുലർച്ചെ അതിഭയാനകമായ ഒച്ച കേട്ടാണ് അയൽവാസി ബിനോയ് ഉണർന്നത്. ഉടൻ തന്നെ അദ്ദേഹം ജോണിയെ ഫോണിൽ വിളിച്ച് വിവരം പറയുകയായിരുന്നു. ജോണി പറഞ്ഞപ്പോഴാണ് ഭാര്യയും മകളും വീട്ടിലുണ്ട് ബിനോയ് അറിയുന്നത്. അപകട സ്ഥലത്ത് ആദ്യം എത്തിയതും ബിനോയ് തന്നെയായിരുന്നു. എന്നാൽ വീടെന്ന് പറയാൻ ഒന്നുമില്ലാതെ ഒരു വലിയ മൺകൂന മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. വീടിന്റെ മുകളിലെ വാർക്ക പോലും 30 മീറ്റർ താഴെയാണ് തെറിച്ചു വീണത്. കനത്ത വെള്ളപ്പാച്ചിലും മണ്ണ് കാരണം രക്ഷാപ്രവർത്തനം അതീവ ദുഷ്കരമായിരുന്നു. ആദ്യം നാട്ടുകാർ ചേർന്ന് മണ്ണ് നീക്കിയും ചാലുവെട്ടിയും വെള്ളം തിരിച്ചുവിട്ടു. പിന്നീട് മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് നടത്തിയ തെരച്ചിലിനൊടുവിലാണ് രാവിലെ 8ഓടെ ജോസഫൈന്റെയും 10:30 റെജീനയുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. അപകടശേഷം വിശ്രമിച്ചിരുന്ന അതേ കട്ടിലിൽ തന്നെയായിരുന്നു ജോസഫൈന്റെ മൃതദേഹം ഉണ്ടായിരുന്നത്. മൃതദേഹങ്ങൾ കണ്ടെത്താൻ രക്ഷാപ്രവർത്തകരെ സഹായിച്ചതും പ്ലാസ്റ്റർ ഇട്ട ആ കാലുകളായിരുന്നു. വിവരമറിഞ്ഞ് കുഴഞ്ഞു വീണ ജോണിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് പിന്നീട് വിട്ടയച്ചു. ഇരുവരുടെയും മൃതദേഹം പാലാ ജനറൽ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മോർച്ചറിയിലേക്ക് മാറ്റി. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നതിനിടയിൽ റാന്നിയിൽ പെയ്തിറങ്ങിയത് ഭീതിജനകമായ പ്രളയ സമാനമായ മഴ തന്നെയാണ്. കഴിഞ്ഞ 24 മണിക്കൂറിൽ 339 മില്ലിമീറ്റർ മഴയാണ് റാന്നി പ്രദേശത്ത് മാത്രം രേഖപ്പെടുത്തിയത്. കനത്ത മഴയിൽ പമ്പാ നദി കരകവിഞ്ഞൊഴുകി റാന്നി നഗരം പൂർണ്ണമായും വെള്ളത്തിനടിയിലായി. 2018 മഹാപ്രളയത്തിന് സമാനമായ അടിയന്തര സാഹചര്യത്തിലൂടെയാണ് റാന്നി നഗരവും സമീപ പ്രദേശങ്ങളും കടന്നുപോയത്. അക്ഷരാർത്ഥത്തിൽ ഞെട്ടലോടുകൂടിയാണ് ഏവരും ഈ ഒരു ദിവസം തള്ളി നീക്കിയത്. ഇന്ന് രാവിലെ മുതൽ പമ്പാ നദിയിലെ ജലനിരപ്പ് നേരിയ തോതിൽ താഴുന്നുണ്ടെങ്കിലും റാന്നി നിവാസികളുടെയും വ്യാപാരികളുടെയും ദുരിതം ഒഴിയുന്നില്ല. മഴ പെയ്ത് അപ്രതീക്ഷിതമായി നഗരത്തിലേക്ക് വെള്ളമൊഴുക്ക് ശക്തമായതോടുകൂടി വ്യാപാരികൾക്കാണ് കോടികളുടെ ഭീമമായ നാശനഷ്ടം ഉണ്ടായത്. ജനജീവിതവും വ്യാപാര മേഖലയും പൂർണ്ണമായി തകർന്ന നിലയിലാണ്. വരുന്ന ഓണവിപണി ലക്ഷ്യമാക്കി വൻതോതിൽ സാധനങ്ങൾ കടകളിൽ സംഭരിച്ചിരുന്ന സമയത്താണ് ദുരന്തം വന്നിറങ്ങിയത്. ഇന്നലെ പ്രദേശത്ത് പ്രധാന ചന്ത ദിവസമായതിനാൽ വ്യാപാരികൾ കൂടുതൽ ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്തിരുന്നു. എന്നാൽ പെട്ടെന്നുണ്ടായ വെള്ളപ്പൊക്കത്തിൽ കച്ചവട സാധനങ്ങൾ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറ്റാൻ വ്യാപാരികൾക്ക് സമയം ലഭിച്ചില്ല. മണിക്കൂറുകൾക്കുള്ളിൽ എല്ലാം വെള്ളത്തിനടിയിലാവുകയായിരുന്നു. പ്രദേശത്തെ ലോട്ടറി വ്യാപാരികൾക്ക് മാത്രം ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടമാണ് ഉണ്ടായത്. 4 ലക്ഷം രൂപയുടെ മുകളിലാണ് ഇവരുടെ പ്രാഥമിക നാശനഷ്ടം കണക്കാക്കുന്നത്. ഓണം ബമ്പർ ഉൾപ്പെടെയുള്ള വിലപിടിപ്പുള്ള ലോട്ടറി ടിക്കറ്റുകളും പണവും വെള്ളത്തിൽ ഒലിച്ചുപോയി. വ്യാപാരികൾക്കുണ്ടായ നാശനഷ്ടങ്ങളുടെ കണക്കെടുപ്പ് ഉടനടി നടത്തുമെന്നും ആനുപാതികമായ നഷ്ടപരിഹാരം ഉടൻ ഉറപ്പാക്കുമെന്നും ജില്ലാ ഭരണകൂടത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് റാന്നി MLA പഴകുളം മധു അറിയിച്ചു. അതേസമയം റാന്നിയിൽ ഉണ്ടായതിന് പിന്നാലെ ആറന്മുളയിലും അപ്രതീക്ഷിത പ്രളയ ദുരന്തമാണ് അരങ്ങേറിയത്. റാന്നിയിൽ നിന്ന് കുറയുന്ന വെള്ളം മുഴുവൻ ഒഴുകിയെത്തിയത് ആറന്മുളയിലേക്കാണ്. റാന്നിയിലെ ജലനിരപ്പ് താഴുന്നതിനനുസരിച്ച് ആറന്മുളയിൽ വെള്ളം അതിവേഗം ഉയരുകയാണ്.
ആറന്മുള നിയോജക മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിൽ സ്ഥിതിഗതികൾ അതീവ ഗുരുതരമാണ്. അത് വലിയഴീക്കൽ പാലം വഴിയുള്ള ഗതാഗതം ആരംഭിച്ചതോടുകൂടി ചരക്ക് ലോറികൾ അടക്കം ധാരാളം വാഹനങ്ങൾ തോട്ടപ്പള്ളിയിൽ എത്താൻ ഈ തീരദേശ റോഡിനെയാണ് ആശ്രയിച്ചിരുന്നത്. ആറാട്ടുപുഴയിൽ ഗതാഗതം മുടങ്ങിയതറിയാതെ എത്തുന്ന വാഹനങ്ങൾ സമാന്തര റോഡുകളിൽ കനത്ത ഗതാഗത കുരുക്ക് സൃഷ്ടിക്കുകയാണ്. ഇത് നിയന്ത്രിക്കാൻ ട്രാഫിക് പോലീസിന്റെയോ മറ്റ് അധികൃതരുടെയോ ഇടപെടലില്ലാത്തത് യാത്രക്കാരുടെ ദുരന്തം ഇരട്ടിയാക്കി. സംസ്ഥാനത്ത് ഇന്നും അതിശക്തമായ മഴ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള 12 ജില്ലകളിലും ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് ഉള്ളത്. ഇതിൽ പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ രാവിലെ റെഡ് അലർട്ടും നിലനിന്നിരുന്നു. തെക്കൻ ഗുജറാത്ത് തീരം മുതൽ കേരള തീരം വരെ നിലനിൽക്കുന്ന ന്യൂനമർദ്ദ പാത്തിയാണ് മഴ ശക്തമായി തുടരാൻ കാരണം. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഉയർന്ന തിരമാലയ്ക്കും ശക്തമായ കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് പൂർണ്ണ വിലക്ക് ഏർപ്പെടുത്തി. നാളെയോടെ മഴയുടെ തീവ്രത കുറയുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. റാന്നിയിലുണ്ടായ ഒരു അതിതീവ്ര മഴ, ആ അതിതീവ്ര മഴയുടെ ഏറ്റവും വലിയ പ്രതിഫലനം അനുഭവിച്ചത് ആറന്മുളയാണ്. ആറന്മുളയുടെ പ്രദേശത്തെ എല്ലാ പ്രദേശങ്ങളിലും ഇന്നലെ രാത്രിയോടുകൂടി വെള്ളത്തിൽ മുങ്ങിക്കിടക്കുകയാണ്. വലിയ ദുരന്തത്തെയാണ് ആറന്മുള നേരിടുന്നത്. അതുകൊണ്ട് സർക്കാർ അധികാരികളോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്, ആറന്മുളയിലേക്ക് കൂടുതൽ സംവിധാനങ്ങൾ വേണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുക. ഒട്ടേറെ ക്യാമ്പുകൾ ആരംഭിച്ചിട്ടുണ്ട്. ആ ക്യാമ്പുകളിലേക്ക് വേണ്ട കാര്യങ്ങളും അതൊക്കെ ഒരുക്കുന്നുണ്ട് റവന്യൂ ഉദ്യോഗസ്ഥർ. എന്നാലും കൂടുതൽ സ്ഥലങ്ങളിലേക്ക് ഇത് വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥിതിക്ക് കൂടുതൽ ശ്രദ്ധ ആറന്മുളയിലേക്ക് കൊടുക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ ഇന്നലെ ഇറങ്ങാൻ പറഞ്ഞപ്പോൾ ഇറങ്ങാത്ത ആളുകൾ പക്ഷേ രാത്രി എന്നെ വിളിച്ചു, ഇറങ്ങാമെന്നും പറഞ്ഞു വിളിച്ചു. കാരണം രാത്രിയിലത്തെ അവസ്ഥ അങ്ങനെയാണ്. രാത്രി കറണ്ടില്ല, ആളുകൾ ഒറ്റപ്പെട്ട് കഴിയുകയാണ്. അപ്പോൾ വലിയ ഭീതിജനകമായ അവസ്ഥയായിരിക്കും. റവന്യൂ വകുപ്പ് കുറച്ചുകൂടെ നമുക്ക്, കാരണം ഇനിയും ക്യാമ്പുകൾ തുടങ്ങേണ്ടി വന്നാൽ ആ ക്യാമ്പുകൾ തുടങ്ങാനും അങ്ങോട്ടുള്ള ക്രമീകരണങ്ങൾ ഒരുക്കാനുമുള്ള ഒരു ശ്രദ്ധ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകും. ഡിങ്കി ബോട്ട്, ഈ ആറന്മുളയുടെ ഒരു പ്രത്യേകത, നമുക്ക് വലിയ ബോട്ടുകളല്ല ആവശ്യം. നമുക്ക് ഈ ചെറിയ ഡിങ്കി ബോട്ടുകളാണ്, ഈ ചെറു വഴികളിലൂടെയാണല്ലോ പോകേണ്ടത്. അപ്പോൾ ആ ചെറു വഴികളിലൂടെ പോകുമ്പോൾ ഈ ചെറിയ ഡിങ്കി ബോട്ടുകൾ അധികം കിട്ടുമെങ്കിൽ അത് നല്ലതായിരിക്കും. കാരണം റാന്നിയിൽ അവിടെ ഇനിയിപ്പോൾ ഒരു പോസ്റ്റ് ഫ്ലഡഡ് ഓപ്പറേഷനാണ് വേണ്ടത്. പക്ഷേ ഇപ്പോഴും ആറന്മുളയിൽ വേണ്ടത് ഫ്ലഡഡ് ഓപ്പറേഷൻ തന്നെയാണ്. ആറന്മുളയിലെ ഫ്ലഡ് ഇറങ്ങാൻ 2 ദിവസമെങ്കിലും എടുക്കും. അപ്പോൾ അതുകൊണ്ട് ആറന്മുളയിൽ ആ രീതിയിലുള്ള ഒരു ശ്രദ്ധ കൂടുതലായി ചെലുത്തണമെന്നുള്ളതാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത്. What?